എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിനു ശങ്കർ, നാച്ചുറൽ ഹീലിംഗ് സെന്റർ, കൊയിലാണ്ടി, കോഴിക്കോട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉപവാസത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രോഗശമനം എങ്ങനെ ഉപവാസത്തിലൂടെ സംഭവിക്കും എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നെക്സ്റ്റ് വീഡിയോയിൽ പറയാമെന്ന്. അതുകൊണ്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ രോഗശമനം എങ്ങനെ സംഭവിക്കുന്നു, അതുപോലെ തന്നെ ഉപവാസം ശ്രദ്ധിക്കുമ്പോൾ എങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഉപവാസം കൊടുക്കാൻ നമുക്ക് പറ്റും എന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോ ഞാൻ പറയുന്നത്. അവസാനം വരെ കേൾക്കുക. നമ്മുടെ നിത്യജീവിതത്തിൽ ഉപവാസം ഒരുപാട് ഗുണങ്ങൾ നമുക്ക് തരുന്നതാണ്. അതുകൊണ്ട് അവസാനം വരെ കേട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് അടുത്ത ഞാൻ പറയുന്ന കാര്യം, ഒന്നാമത്തത് ഉപവാസം ആർക്കൊക്കെ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഉപവാസം കൊടുക്കുമ്പോൾ ഉപവാസം കൊടുക്കുന്ന ആൾക്ക്, ഉപവാസം വിധേയമാകുന്ന ആളിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ് അത് അവരുടെ വെയിറ്റ്. ഇപ്പോൾ വളരെ വെയിറ്റ് കുറവാണ് എന്ന് വിചാരിക്കുക. നിലവിലുള്ള അവർക്ക് വേണ്ട വെയിറ്റ്, അണ്ടർ വെയിറ്റ് എന്ന് പറയും, വേണ്ട വെയിറ്റിന് താഴെയാണെങ്കിൽ അവർക്ക് ഉപവാസം കൊടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ചിലതരം മാനസിക അസ്വസ്ഥത ഉള്ളവർക്ക്, എല്ലാ മാനസിക ചിലതരം മാനസിക അസ്വസ്ഥത ഉള്ളവർക്കും ഉപവാസം കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു നല്ല പ്രായവും വെയിറ്റ് കുറവുള്ളവർ, അതായത് നല്ല പ്രായമുള്ളവരാണെങ്കിലും ഉപവാസം കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത്തരക്കാർക്കൊക്കെ ഞാൻ പറയുന്നത് തുടർച്ചയായ ഉപവാസമാണ് കൊടുക്കാൻ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. അതേസമയം ഇടവിട്ടുള്ള ഉപവാസം നമുക്ക് ഇവർക്കെല്ലാം കൊടുക്കാവുന്നതാണ്. ഓക്കെ. പിന്നെ വയറിന് അമിതമായ അസിഡിറ്റി, അൾസർ ഉള്ളവർക്കും ദീർഘ ഉപവാസം പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ല. അവർക്ക് ആ അസിഡിറ്റി, അൾസർ പോലുള്ള ദഹനേന്ദ്രിയ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ലഘൂകരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഉപവാസം സാധ്യമാവുകയുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ഉപവാസം കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്നാണ്, ഉപവാസം കൊണ്ട് നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ കിട്ടും. ഉപവാസം ശരിക്കും ഒരു ഡീടോക്സിഫിക്കേഷൻ മെത്തേഡാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചു. ഒരു ഉദാഹരണം, നമ്മളൊരു കാറ് വാങ്ങുകയാണെന്ന് വിചാരിക്കാം. ഒരു കാറ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഒരു 500 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ സർവീസ് ചെയ്യും, അല്ലേ? കമ്പനി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ഒരു 1000 കിലോമീറ്റർ, 2500 കിലോമീറ്റർ, ഇങ്ങനെ അതിനോരോ കണക്കുണ്ട്. ആ സമയം ഒക്കെ ആകുമ്പോൾ നമ്മൾ പോയി സർവീസ് ചെയ്യാൻ. കാരണം എന്താ? ലക്ഷക്കണക്കിന് ഉറുപ്പ് വിലയുള്ള കാറാണ്. അപ്പോൾ കാറിനേക്കാൾ വിലയുള്ളതല്ലേ നമ്മുടെ ഈ ശരീരം. അപ്പോൾ ഈ ശരീരത്തിന് ക്ലീൻസിങ് വേണ്ടത് കൊണ്ടാണ് മതങ്ങളിലൊക്കെ വ്രതങ്ങളും ഉപവാസങ്ങളും ഒക്കെ വന്നത്. പക്ഷെ ആരും അത് പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാതിരിക്കുന്ന സമയത്താണ് രോഗശമനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രകൃതി ചികിത്സകർ ഉപവാസം കൊടുക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് ഉപവാസം, എൻ്റെ സ്ഥാപനത്തിൽ, പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ, നാച്ചുറൽ ഹീലിംഗ് സെൻ്ററിൽ ഉപവസിക്കാൻ വരുന്ന എല്ലാവരും രോഗികളാണെന്ന് നിങ്ങൾ തെറ്റായി ധരിക്കരുത്. ഒരു രോഗമില്ലാത്ത ആൾക്കാരും വരാറുണ്ട്. വർഷത്തിൽ വന്ന് ഒരു 5-10 ദിവസമൊക്കെ ഉപവസിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. രോഗമൊന്നുമില്ല, അവർ വെറുതെ വരും, ഉപവസിക്കും. കാരണം അത് അവർക്ക് അതിൻ്റെ ഒരു സ്വാസ്ഥ്യ സുഖം, സ്വസ്ഥത അവരത് അനുഭവിച്ചറിഞ്ഞിട്ട് വരുന്നതാണ്. മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ ഉപവസിക്കുമ്പോൾ രോഗശമനം ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നാണ് അടുത്തതിലേക്ക് നമ്മൾ പോകുന്നത്. പൊതുവെ ആയുർവേദ ആചാര്യൻ വാഗ്ഭടൻ പറഞ്ഞിട്ടുണ്ട്, ലംഘനം പരമൌഷധം. ലംഘനം, ആഹാര ലംഘനവും ഔഷധമായി വർത്തിക്കുന്നു. എങ്ങനെ? ആഹാരം ലംഘിക്കുന്നതിലൂടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് വിശ്രമം കിട്ടുന്നു. ആ വിശ്രമം ദഹനേന്ദ്രിയ വ്യവസ്ഥ കൂടുതൽ ആക്റ്റീവായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. നമ്മുടെ ശരീരം വിശ്രമിക്കുമ്പോൾ ശരീരം കൂടുതൽ ആക്റ്റീവ് ആകുന്ന പോലെ നമ്മുടെ സിസ്റ്റത്തിനും വിശ്രമം കൊടുക്കുമ്പോൾ നമ്മുടെ സിസ്റ്റം കൂടുതൽ ആക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ നമുക്ക് 12 വ്യവസ്ഥകളുണ്ട് എന്ന് ഞാനൊരു വീഡിയോ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ശരീരത്തിലെ 12 സിസ്റ്റങ്ങൾ, 12 വ്യവസ്ഥകൾ. അതിൽ ഏറ്റവും എനർജി ഉപയോഗിക്കപ്പെടുന്ന സിസ്റ്റമാണ് ദഹനേന്ദ്രിയ വ്യവസ്ഥ, ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ. ദഹനേന്ദ്രിയ വ്യവസ്ഥ അഥവാ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് ഏറ്റവും കൂടുതൽ ശരീരത്തിന് എനർജി യൂസ് ചെയ്യുന്നത്. കാരണം ഇന്ധനം കത്തുന്നു, അല്ലേ? ആഹാരം ദഹിപ്പിക്കുന്നു, അതിന് വേണ്ട വസ്തുക്കളെല്ലാം വലിച്ചെടുക്കുന്നു, വേണ്ടാത്തെല്ലാം വേസ്റ്റെല്ലാം പുറന്തള്ളുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ എനർജി ഉപയോഗപ്പെടുന്നത് ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്കാണ്. ഓക്കെ. എന്നാൽ ഉപവസിക്കുന്ന സമയത്ത് ഈ എനർജി എത്രമാത്രം വേണ്ട, വളരെ കുറഞ്ഞ എനർജി ഉപയോഗിക്കുകയും ചെയ്യുന്നുള്ളൂ. ആ മിച്ചം വരുന്ന എനർജി എന്ത് ചെയ്യും? ശരീരത്തിലെ രോഗശമനങ്ങൾ നടത്തും, ഡീടോക്സിഫിക്കേഷൻ നടത്തും, ബോഡിയിലെ ക്ലീൻസിങ് നടത്തും. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറയാറുണ്ട് രോഗശമന വിഷമസന്ധികൾ. രോഗം ശമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വിഷമസന്ധികളാണ്
ഉപവാസ സമയത്ത് ചിലർക്ക് ഛർദി ഉണ്ടാവും, അടുപ്പിച്ച് ഛർദി ഉണ്ടാവും, അടുപ്പിച്ച് വയറിളക്കം ഉണ്ടാവും, ചിലർക്ക് ദേഹം മുഴുവൻ ചൊറിഞ്ഞു പൊന്തും, ചില ആൾക്കാർക്ക് പനി വരെ വരാറുണ്ട്. പനി, ശരീരവേദന, തലവേദന, അങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം വിട്ടുപോകും. ഇതെല്ലാം വിട്ടുപോകുമ്പോഴേക്കും നല്ല ഉന്മേഷാവസ്ഥയാണ് ഉണ്ടാവുക. അങ്ങനെ നല്ല ഉന്മേഷാവസ്ഥ വന്നു കഴിഞ്ഞ് പതുക്കെ പതുക്കെ മാത്രമേ വിശപ്പ് വരുള്ളൂ. അങ്ങനെ എങ്ങനെയാണോ ഇവർ ഉപവാസത്തിലേക്ക് സാവധാനം കടത്തിയത്, അതേപോലെ തന്നെ ഭക്ഷണം ഒറ്റയടിക്ക് കഴിക്കാതെ സാവധാനം ജ്യൂസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം കൊടുത്ത് അങ്ങനെ കുക്ക് ചെയ്ത ഭക്ഷണത്തിലേക്ക് ഒരു സാവധാനം തിരിച്ചു വരും. അങ്ങനെ വരുന്നതോടുകൂടി അവർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞെന്ന് ആരും ധരിക്കരുത്. പക്ഷെ നല്ല സൗഖ്യം ഉണ്ടാവും. ഇപ്പോൾ ആസ്മയായാലും ആ സമയം കൊണ്ട് തന്നെ ആസ്മേൻ്റെ ഇൻഹേലറൊക്കെ ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ പല മരുന്നുകളും ഒഴിവാക്കാനൊക്കെ സാധിച്ചു നല്ല സുഖം ശരീരത്തിനൊക്കെ തോന്നും. പക്ഷെ അവിടെ ചികിത്സ കഴിഞ്ഞു എന്നല്ല, ഇതുവരെ കഴിഞ്ഞത് എന്ത് ചികിത്സയാണ്? വിശ്രമ ചികിത്സയാണ്. അതായത് ഡീടോക്സിഫിക്കേഷൻ, ക്ലീൻസിങ് കഴിഞ്ഞത്. കാറിൻ്റെ സർവീസിങ് കഴിഞ്ഞാൽ പിന്നെ കാറിന് ഓയിൽ ഒപ്പിക്കും, ഗ്രീസ് ഒപ്പിക്കും, അല്ലേ, ഫ്യൂൽ ഒപ്പിക്കും. ഇതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ക്ലീൻസിങ് കഴിഞ്ഞു, ഡീടോക്സിഫിക്കേഷൻ കഴിഞ്ഞു, സർവീസിങ് കഴിഞ്ഞു. പിന്നെ അതിന് പോഷണങ്ങൾ കൊടുക്കണം. ആ പോഷണം കൊടുക്കുന്ന ചികിത്സയെ പോഷണ ചികിത്സ എന്ന് പറയുന്നു. അതായത് തുടർന്ന് കഴിക്കുന്ന ഭക്ഷണ രീതികളും കാര്യങ്ങളൊക്കെ, അതിൽ പഴങ്ങൾ, പച്ചക്കറികൾ, അണ്ടിവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, മുളപ്പിച്ച ധാന്യങ്ങൾ, തവിടുള്ള ധാന്യങ്ങൾ, ഇത്തരം വസ്തുക്കളൊക്കെ കൊടുത്ത് ശരീരത്തിനെ കൂടുതൽ പോഷണ സമൃദ്ധമാക്കുകയാണ്. അതോടുകൂടി തന്നെ രോഗശമനം ശരിക്കും പൂർണ്ണമായിട്ടും മാറി നല്ലൊരു ആരോഗ്യാവസ്ഥ എല്ലാവർക്കും കൈവരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മഹാനായ ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് ഉപവാസം എന്നത് ആരോഗ്യത്തിലേക്കുള്ള ഒരു രാജപാതയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.